Hi students, tomorrow is your English examination. The exam is at 20 marks. In that, 10 marks in Google form, 5 marks for written test and 5 marks for oral test. And let us look the portions for the exam. There are 3 chapters for the examination. How old is Muttashi, the Turkish cap and the poem Going Downhill. Only these 3 chapters are there. So my dear students, learn the question answers, read the chapters and get ready for the exam. First chapter is How old is Muttashi? First of all, let me tell you what this story is about. In the story, there are 2 twins. They know that their great grandmother Muttashi is really very old. But exactly how old is she? They don't know what is the correct age of Muttashi. So the twins joined together to find the age of Muttashi. From Muttashi, from the memories of Muttashi, they understood that some historical events happened in her early age. From that, the twins started their journey to find the age of Muttashi. So Muttashi gave some clues regarding her age. So at last, the twins found that Muttashi was 100 years old. Okay. Next, about the question answers, I have given answers in brief. You read those answers very well and study. Then coming to the grammar part, there are common nouns and proper nouns. What is a common noun? Common noun refers to a person, place, thing or animal in general. നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് കോമൺ നൗൺ എന്നുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച. ആഴ്ച എന്ന് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. പക്ഷേ ഓരോ ദിവസവും എടുത്ത് പറയുകയാണെങ്കിൽ മൺഡേ എന്നത് സ്പെസിഫിക് നെയിമാണ്. അത് മൺഡേക്ക് മാത്രമുള്ളതാണ്. ട്യൂസ്ഡേ അനദർ നെയിം. ഇനി ഷാന എന്നുള്ളത് ഷാനൻ്റെ പേരാണ്. ഷാന എന്ന സ്പെസിഫിക് ആയ ഒരു സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് സ്കൂൾ ഒരു കോമൺ നെയിമാണ്. എല്ലാ സ്കൂളിനെയും നമുക്ക് സ്കൂൾ എന്ന് വിളിക്കാം. പക്ഷേ ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ എന്നതൊരു സ്പെസിഫിക് അല്ലേ. ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ എന്നുള്ള ഹിൽ ടോപ്പിൻ്റെ മാത്രമായിട്ടുള്ള പേരാണ്. അപ്പം അതൊരു സ്പെസിഫിക് നെയിമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ നെയിംസ് ആണെന്ത്? പ്രോപ്പർ നൗൺ. കോമൺ നെയിംസ് ആണെന്ത്? കോമൺ നൗൺ. ഓക്കെ. ഗേൾസിന് നമുക്ക് എല്ലാ ഗേൾസിനെയും ഗേൾസ് എന്ന് വിളിക്കാം. പക്ഷെ ഒരു ഗേളിനെ വിളിക്കണമെങ്കിൽ അവളുടെ പ്രത്യേക പേര് നമ്മൾ വിളിക്കും. ഐഷ. അപ്പം ഐഷ എന്നുള്ളത് പ്രോപ്പർ നെയിമായി. ഗേൾസ് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരെയും വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പം പിന്നെ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. ഹിയർ കോമൺ നൗൺ പുട്ട ആൻഡ് പുട്ടി എന്നുള്ളത് എന്താണ്? പ്രോപ്പർ നൗൺ. അതാ പുട്ടിൻ്റെ സ്പെഷ്യൽ നെയിമാണ്. പുട്ടിൻ്റെ സ്പെഷ്യൽ നെയിമാണ്. ഓക്കെ. വൺ മോർ തിങ്, പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. പ്രോപ്പർ നൗണ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഓക്കെ. അപ്പം യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. പുട്ട ആൻഡ് പുറ്റി ആർ ട്വിൻസ് എന്നുള്ളത് നമുക്ക് ആരെയും വിളിക്കാം. 2 ഇരട്ടക്കുട്ടികളാണ്. ഇരട്ടക്കുട്ടികളായവരൊക്കെ നമുക്ക് ട്വിൻസ് എന്ന് വിളിക്കാം. പക്ഷേ പുറ്റി എന്നുള്ളത് സ്പെഷ്യൽ നെയിമാണ്. പുറ്റിൻ്റെയും പേര് മാത്രമാണ്. അപ്പോൾ അത് അവർക്കുള്ള പേരാണ്, അവരുടെ സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഈസ് ദ ഫസ്റ്റ് ബുക്ക്. ബുക്ക് എന്നുള്ളത് കോമൺ നൗൺ ആണ്. എല്ലാ ബുക്സിനും നമുക്ക് ബുക്ക് എന്ന് പറയാം. പക്ഷേ സ്പെഷ്യൽ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ, ദിസ് ഈസ് എ സ്പെഷ്യൽ നെയിം. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. ഓക്കെ. സോ നെക്സ്റ്റ് ലെറ്റ് us മൂവ് ടു ദ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ കളക്ഷൻ ഓഫ് എ നൗൺ, എ തിങ് or a group of people, group of animals, we can say collective noun.
അപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടത്തിന്, ഒരേപോലെയുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടത്തിനെയാണ് നമുക്ക് കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. പ്രൈഡ് ഓഫ് ലയൺസ്, ലയണിൻ്റെ കൂട്ടത്തിനാണ് എന്ത് പറയുക, നമ്മൾ പ്രൈഡ് എന്ന് പറയാം. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന കൂട്ടത്തിനാണ് എന്ത് പറയുക, ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ പ്രൈഡ് എന്നുള്ളത് കളക്റ്റീവ് നൗണാണ്, ക്ലാസ് എന്നുള്ളത് കളക്റ്റീവ് നൗണാണ്. ദെൻ ലിറ്റർ ഓഫ് കിറ്റൻസ്, പൂച്ചക്കുട്ടികളുടെ ഒരു കൂട്ടം പൂച്ചക്കുട്ടികൾക്ക് നമ്മൾ എന്ത് പറയും, ലിറ്റർ ഓഫ് കിറ്റൻസ്. ഇൻ ദ സെയിം വേ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ഹേർഡ് ഓഫ് ബഫലോ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. സോ ദിസ് ഈസ് അബൌട്ട് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരേപോലെയുള്ള എന്തിൻ്റെങ്കിലും ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിന് എന്ന് പറയും ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബഫലോൻ്റെ കൂട്ടത്തിന് ഹേർഡ് ഓഫ് ബഫലോ. ഇൻ ദ സെയിം വേ അബ്സ്ട്രാക്ട് നൗൺ മീൻസ് വാട്ട്, നമുക്ക് പിന്നെ കാണാനോ തൊടാനോ ടച്ച് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത നൗൺസാണ് എന്ത്, അബ്സ്ട്രാക്ട് നൗൺസ് ആർ വേർഡ്സ് അബൌട്ട് തിങ്സ് ദാറ്റ് വി കനോട്ട് ടച്ച്, വി കനോട്ട് സീ, ടേസ്റ്റ്, ഹിയർ ഓർ സ്മെൽ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതാണെന്ത്, അബ്സ്ട്രാക്ട് നൗൺ. ഇറ്റ് ക്യാൻ ബി എൻ ഐഡിയ എന്ന് വെച്ചാൽ ഏജ്, വയസ്സ് നമുക്ക് തൊടാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, സ്മെൽ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ നൗൺസാണ് എന്ത്, അബ്സ്ട്രാക്ട് നൗൺ. ഫീലിങ്സ്, എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് എന്തൊക്കെ അത്ഭുതപ്പെട്ടു, എക്സൈറ്റ്മെൻറ്റ്, വണ്ടർ, സർപ്രൈസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കത് അനുഭവിക്കാം, നമുക്കത് ഫീൽ ചെയ്യാം അല്ലേ. ഓൾസോ ക്വാളിറ്റി, കോൺഫിഡൻസ്, കറേജ്, ഹോണസ്റ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അബ്സ്ട്രാക്ട് നൗണിലാണ് പെടുക കേട്ടോ. ഇവിടെ നോക്ക്, പേഷ്യൻസ്, ക്ഷമ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പ്ലഷർ, സന്തോഷം, കറേജ്, ധൈര്യം, ഹോണസ്റ്റി, സത്യസന്ധത, ഇതുപോലെയുള്ള പിന്നെ നൗൺസാണ് എന്ത്, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ. വി കനോട്ട് ടച്ച്, വി കനോട്ട് സീ, വി കനോട്ട് ടേസ്റ്റ്, വി കനോട്ട് സ്മെൽ, ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇങ്ങനത്തെ നൗൺസ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഹിയർ ആർ സം ഗസ്റ്റേഴ്സ് ആർ ദർ, സം എക്സ്പ്രഷൻസ് ആർ ദർ. മിസ് ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ക്ലാസ്സിൽ ലൈവിൽ കാണിച്ചു തന്നിരുന്നു. പൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ഡിസപ്പോയിൻമെൻറ്റ്, അൺഹാപ്പിനെസ്, നമുക്ക് സന്തോഷമില്ല, നമുക്ക് നമ്മൾ ഹാപ്പി അല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് പൗട്ടിങ്, അൺഹാപ്പിനെസ്. ഫ്രൗണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നെറ്റി ചുളിച്ചിട്ട് ഇരിക്കുന്ന ഒരു പിന്നെ എക്സ്പ്രഷൻ അല്ലേ, ഷോയിങ് വെറി ആങ്കർ, ഇതാണ് ഫ്രൗണിങ്. ഗ്രിന്നിങ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനാണ് ഗ്രിന്നിങ്. ഷ്രഗിങ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ദാറ്റ് വി ഡു നോട്ട് നോ ഓർ ഡു നോട്ട് കെയർ അബൌട്ട്, നമ്മൾ അതൊന്നും വലിയ കാര്യമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, എനിക്കതൊന്നും അറിയില്ല എന്ന മട്ടിലുള്ളതാണ് ദ ഷ്രഗിങ്. Okay, so read these, the meanings of this expression, what are those expressions. Okay, and next choosing the correct expression from this given. So the second chapter is the Turkish cap. As you know, the story, our narrator, who is the narrator of the story, B.P. Gupta. The author itself is the narrator. ഈ കഥ പറയുന്നത് ആരാണ്, B.P. ഗുപ്ത തന്നെ പറയുന്ന കഥയാണ് കേട്ടോ. ദ സ്കൂൾ ബെൽ റാങ്, വി റഷ്ഡ് ഔട്ട് ഓഫ് ദി ക്ലാസ് റൂം. സ്കൂളിൻ്റെ ബെല്ലടിച്ചപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് ഓടി. എന്ത് കളിക്കാനാണ് അവർ ഓടിയത്, ഗില്ലി ഡണ്ട. ഓക്കെ, അതെങ്ങനെയാണ് കളിക്കുന്നത്, പ്രണേഷ് വട്ടം വരച്ചു, അങ്ങനെ കുനാൽ അതിലേക്ക് കയറി നിന്നു. പ്ലേസ് ദ ഗില്ലി ഇൻ ദ സെൻറ്റർ ആൻഡ് ടുക്ക് ദ ഡണ്ട ടു സ്ട്രൈക്ക് ഇറ്റ്. എന്നിട്ട് അവർ കളിക്കാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ആരാണിപ്പം അടിക്കുന്നത്, ആരാണ്, കുനാലാണ് ഉള്ളിലുള്ളത് അല്ലേ. കുനാൽ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് ദ ഗണ്ട. സോ കുനാൽ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് ഗില്ലി. ഓക്കെ, അങ്ങനെ നല്ല പ്ലെയറാണ് കുനാൽ, നല്ല പ്ലെയറാണ് ഗില്ലി ഡണ്ടൻ്റെ. അപ്പം ഒരു പ്രാവശ്യം അടിച്ചപ്പം ഗില്ലി വാസ് നൗ ഫ്ലൈങ് ടുവേർഡ്സ് മീ. ഓൾ ഓഫ് എ സഡൻ ദർ വാസ് എ ലോട്ട് ഓഫ് നോയ്സ്. വാട്ട് ഹാപ്പൻഡ്, ഗില്ലി നല്ല ദൂരത്തേക്ക് പോയിട്ട് ഒരാളുടെ തൊപ്പി, ടർക്കിഷ് ക്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഗില്ലി പെട്ടിട്ടുള്ളത്. എന്നിട്ട് ആ തൊപ്പി മറിഞ്ഞിട്ട് ഗില്ലി അതിൻ്റെ ഉള്ളിലാണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യനാകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ സ്കൂളിൽ ഗ്രൗണ്ടില്ലേ, നിങ്ങളെന്താ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് വന്ന് കളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ സ്പേസ് ഇല്ല, അവിടുത്തെ ചെറിയ ഗ്രൗണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നതെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പൾ അടുത്ത് പോവുകയും പ്രിൻസിപ്പൾ ഓരോന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു.
ലാസ്റ്റ് അവരോട് മാപ്പ് പറയാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ കൂടെ മാപ്പെല്ലാം പറഞ്ഞു. അപ്പോൾ ആരാണ് ഇത് അടിച്ച ആൾ എന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രിൻസിപ്പൾ. അങ്ങനെ പറഞ്ഞു കുനാലാണെന്ന് കുനാൽ തന്നെ സമ്മതിച്ചു. എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം വെരി സോറി സർ എന്നെല്ലാം പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു യു ആർ എ മാസ്റ്റർ പ്ലെയർ, നോ ഡൗട്ട് യു ആർ ഗുഡ് അറ്റ് ദിസ് ഗെയിം, ഇതിൽ നല്ല ഉഷാറാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പം അവരാകെ എല്ലാവരും ചിരിച്ചു. എന്നിട്ടോ then what we were eager to go out and have a അവർ പേടിച്ചിരുന്നു പ്രിൻസിപ്പൾ അവരെ വഴക്ക് പറയുന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ ആ പരിക്ക് പറ്റിയ ആളും ആ മനുഷ്യനും എന്താക്കി അവരോട് നല്ല സന്തോഷത്തിൽ ചിരിച്ചിട്ട് അവർ പിരിഞ്ഞു പോയി. ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് ദ ടർക്കിഷ് ക്യാപ്പ് ആൻഡ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. We have written the question answers in the notebook. Then about the grammar part, articles എവിടെയാണ് യൂസ് ചെയ്യുക? എയും ആനും യൂസ് ചെയ്യുക സിംഗുലർ നൗൺസിൻ്റെ മുന്നെയാണ് കേട്ടോ. ആന് യൂസ് ചെയ്യൽ വവൽ സൗണ്ട്സിൻ്റെ മുന്നേ ആൻ യൂസ് ചെയ്യണം. എ ഇ ഐ ഒ യു എന്ന സൗണ്ട്സിൻ്റെ മുന്നേ ഏതാണ് യൂസ് ചെയ്യുക? ആൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എ യൂസ് ചെയ്യും. ഓക്കെ, വി യൂസ് ദ ബിഫോർ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ടു ടോക്ക് അബൌട്ട് സംതിങ് സ്പെസിഫിക്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യുക. ഓക്കെ, കുഡ് യു പാസ് മീ ദ ഷുഗർ പ്ലീസ്. ആ സ്പെസിഫിക് ആയിട്ട് ഷുഗറിനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ദ ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ചിൽഡ്രൻ പ്ലേഡ് ബാഡ്മിൻ്റൺ. കുട്ടികൾ. എ ചിൽഡ്രൻ എന്ന് പറയില്ല, ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ എ യൂസ് ചെയ്യൂല. ഇനി ആ കുട്ടികളെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ദ യൂസ് ചെയ്യണം. എന്തിനെങ്കിലും കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് ഏത് യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എയോ ആനോ യൂസ് ചെയ്യും. എ ആണെങ്കിൽ കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ മുന്നേ, ആൻ ആണെങ്കിൽ വവൽ സൗണ്ട്സിൻ്റെ മുന്നേ. ഓക്കെ, മച്ച് ഓർ മെനി എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മുന്നെയാണ് മെനി യൂസ് ചെയ്യുക. മെനി ഫ്രണ്ട്സിനെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാം. ഇനി നോക്കിയേ, ജ്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അൺകൗണ്ടബിൾ അല്ലേ, ഒരു ലിക്വിഡ് അല്ലേ അത്, നമുക്കത് എണ്ണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മച്ച് യൂസ് ചെയ്യും. ഗോട്ട് ഇറ്റ്. ഹിയർ ഓൾസോ ലുക്ക്, ദർ ആർ മെനി ബൈസിക്കിൾസ് എന്നാണ് പറയുക. ബൈസിക്കിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാം, ദറ്റ് ഈസ് വൈ വി ആർ യൂസിങ് മെനി. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മെനി യൂസ് ചെയ്യും. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്താ യൂസ് ചെയ്യുക? മച്ച് യൂസ് ചെയ്യും. ലുക്ക് ഹിയർ, മച്ച് ഓർ മെനി വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ മുന്നേ ഏതാ യൂസ് ചെയ്യുക? മച്ച് വാട്ടർ, മച്ചാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ യൂസേജ് ഓഫ് മച്ച് ഓർ മെനി. ഓക്കെ, ഇത് പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ളത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഗോട്ട് ഇറ്റ്. പിന്നെ അപ്പോസ്ട്രോഫിൻ്റെ കാര്യം, രവീസ് മദർ, രവിയുടെ മദർ. അപ്പോൾ നമ്മൾ എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടണം. ഇനി ലാസ്റ്റ് എന്താണ്? എസ്സിൽ ലാസ്റ്റ് ചെയ്യുന്ന വേർഡ്സ്, ബോയ്സിൻ്റെ ബാഗ്. ബോയ്സ് എന്നുള്ളത് തന്നെ പ്ലൂരൽ ഫോമാണ്. ബോയിൻ്റെ പ്ലൂരലാണ് ബോയ്സ് എന്നുള്ളത്. ഇനി ബോയ്സിൻ്റെ ബാഗ് എന്ന് പറയണമെങ്കിൽ ഒരു എസ്സും കൂടി ഇവിടെ ഇടണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? എസ്സിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക എസ്സിൻ്റെ മുന്നെയാണ് അപ്പോസ്ട്രോഫി ഇടുക. പക്ഷേ ഇങ്ങനെ പ്ലൂരൽ ഫോംസിൽ വരുമ്പം അതിന് ശേഷം പിന്നെയും എസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 എസ് ഒന്നിച്ച് യൂസ് ചെയ്യില്ല. അതിന് പകരം എസ്സിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കും. അപ്പോൾ ബോയ്സിൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ബോയ്സസ് ബാഗ് എന്നാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രവീസ് മദർ, രവിയുടെ അമ്മ. അപ്പോൾ രവി കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷമാണ് എസ് ഇടുക. എസ്സിൻ്റെ മുന്നേ ആയിട്ടാണ് അപ്പോസ്ട്രോഫി ഇടുക. ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. Okay, then going downhill. It's a poem. It's a very easy poem. In this poem, the speaker remembers riding his bicycle down a hill. Okay, ഇതിൽ പിന്നെ പോയറ്റ് ഒരു കുന്നിൻ്റെ താഴോട്ട് ഇങ്ങനെ സൈക്കിള് റൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പം റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ്. ഹി ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് വർ ഹാപ്പനിങ് നൗ. ഇപ്പോഴും അത് സംഭവിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇത് വിവരിക്കുന്നത് ഇതിൽ. ഹിസ് ബൈക്കിൾ ഈസ് മൂവിങ് ഡൗൺ ദ ഹിൽ. ആ കുന്നിലൂടെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ സൈക്കിൾ മൂവ് ചെയ്യാണ്. അറ്റ് എ ഗ്രേറ്റ് സ്പീഡ്, നല്ല സ്പീഡിൽ. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ?
ഈ പിന്നെ ഇറങ്ങുമ്പം കൈയൊക്കെ വിട്ട് പിന്നെ പെഡൽമെന്നൊക്കെ കാലെടുത്ത് കൈയൊക്കെ ഫ്രീ ആക്കി വിട്ട് ഇങ്ങനെ ഇറങ്ങും. നല്ല രസമാണത്. ഹിസ് ഫീറ്റ് ആർ ഓഫ് ദ പെഡൽ ആൻഡ് ഇൻ ദ എയർ, ദ വിൻഡ് ഈസ് ഇൻ ഹിസ് ഫേസ്, ഹി അഡ്രസ്സസ് ബേർഡ്സ് ആൻഡ് സേ ദാറ്റ് നൗ ഹി നോസ് ദ ജോയ് ദേ ഫീൽ വെൻ ദേ ഫ്ലൈ ഇൻ ദ സ്കൈ. അപ്പം പോയിട്ട് പറയാണ്, എനിക്കിപ്പം നിൻ്റെ എന്താണ്, so now the boy addresses birds and says that now he knows the joy they feel when they fly in the sky. അവർ ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുള്ള സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിക്കുകയാണ്. ഈ കുന്നിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പം കൈയെല്ലാം വിട്ട് പെഡൽമെന്നൊക്കെ കാലെടുത്ത് സൈക്കിൾ റൈഡ് ചെയ്യുമ്പോഴുള്ള ഹാപ്പിനെസ്, ഐ ഫീൽ ദ ജോയ് ഓഫ് ബേർഡ്, ഐ ഫീൽ ദ ബേർഡ്സ് ജോയ്. ആ പക്ഷികളുടെ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയറ്റ് ഈ കവിതയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. റീഡ് ദ ചാപ്റ്റർ വെരി വെൽ. ഓൾസോ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Read the question answers. So I am sure that you can secure very good marks. Study well. Thank you. Hi students. Tomorrow is your English examination. The exam is at 20 marks. In that 10 marks in Google form, 5 marks for written test and 5 marks for oral test. And let us look the portions for the exam. There are 3 chapters for the examination. How old is Muttashi, the Turkish cap, and the poem Going Downhill. Only these 3 chapters are there. So my dear students, learn the question answers, read the chapters and get ready for the exam. First chapter is How Old is Muttashi. First of all, let me tell you what this story is about. In the story there are 2 twins. They know that their great grandmother Muttashi is really very old. But exactly how old is she? They don't know what is the correct age of Muttashi. So the twins joined together to find the age of Muttashi. From Muttashi, from the memories of Muttashi, they understood that some historical events happened in her early age. From that the twins started their journey to find the age of Muttashi. So Muttashi gave some clues regarding her age. So at last the twins found that Muttashi was 100 years old. Okay. Next, about the question answers, I have given answers in brief. You read those answers very well and study. Then coming to the grammar part, there are common nouns and proper nouns. What is a common noun? Common noun refers to a person, place, thing or animal in general. നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് കോമൺ നൗൺ എന്നുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച, ആഴ്ച എന്ന് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. പക്ഷേ ഓരോ ദിവസവും എടുത്ത് പറയുകയാണെങ്കിൽ മൺഡേ എന്നത് സ്പെസിഫിക് നെയിമാണ്, അത് മൺഡേക്ക് മാത്രമുള്ളതാണ്. ട്യൂസ്ഡേ അനദർ നെയിം. ഇനി ഷാന എന്നുള്ളത് ഷാനൻ്റെ പേരാണ്. ഷാന എന്ന സ്പെസിഫിക് ആയ ഒരു സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് സ്കൂൾ ഒരു കോമൺ നെയിമാണ്. എല്ലാ സ്കൂളിനെയും നമുക്ക് സ്കൂൾ എന്ന് വിളിക്കാം. പക്ഷേ ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ എന്നതൊരു സ്പെസിഫിക് അല്ലേ. ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ എന്നുള്ള ഹിൽ ടോപ്പിൻ്റെ മാത്രമായിട്ടുള്ള പേരാണ്. അപ്പം അതൊരു സ്പെസിഫിക് നെയിമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ നെയിംസ് ആണെന്ത്? പ്രോപ്പർ നൗൺ. കോമൺ നെയിംസ് ആണെന്ത്? കോമൺ നൗൺ. ഓക്കെ, ഗേൾസിന് നമുക്ക് എല്ലാ ഗേൾസിനെയും ഗേൾസ് എന്ന് വിളിക്കാം. പക്ഷെ ഒരു ഗേളിനെ വിളിക്കണമെങ്കിൽ അവളുടെ പ്രത്യേക പേര് നമ്മൾ വിളിക്കും. ഐഷ. അപ്പം ഐഷ എന്നുള്ളത് പ്രോപ്പർ നെയിമായി. ഗേൾസ് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരെയും വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ.
ഹിയർ കോമൺ നൗൺ പുട്ട ആൻഡ് പുട്ടി എന്നുള്ളത് എന്താണ്? പ്രോപ്പർ നൗൺ. അതാ പുട്ടിൻ്റെ സ്പെഷ്യൽ നെയിമാണ്, പുട്ടിൻ്റെ സ്പെഷ്യൽ നെയിമാണ്. ഓക്കെ, വൺ മോർ തിങ്, പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. പ്രോപ്പർ നൗണ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഓക്കെ, അപ്പം യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. പുട്ട ആൻഡ് പുട്ടി ആർ ട്വിൻസ്. ട്വിൻസ് എന്നുള്ളത് നമുക്ക് ആരെയും വിളിക്കാം. രണ്ട് ഇരട്ടക്കുട്ടികളാണ്. ഇരട്ടക്കുട്ടികളായവരൊക്കെ നമുക്ക് ട്വിൻസ് എന്ന് വിളിക്കാം. പക്ഷേ പുറ്റി എന്നുള്ളത് സ്പെഷ്യൽ നെയിമാണ്. പുട്ടൻ്റെയും പുറ്റിൻ്റെയും പേര് മാത്രമാണ്. അപ്പോൾ അത് അവർക്കുള്ള പേരാണ്, അവരുടെ സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഈസ് ദ ഫസ്റ്റ് ബുക്ക്. ബുക്ക് എന്നുള്ളത് കോമൺ നൗൺ ആണ്. എല്ലാ ബുക്സിനും നമുക്ക് ബുക്ക് എന്ന് പറയാം. പക്ഷേ സ്പെഷ്യൽ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ, ദിസ് ഈസ് എ സ്പെഷ്യൽ നെയിം. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ് us മൂവ് ടു ദ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ കളക്ഷൻ ഓഫ് എ നൗൺ, എ തിങ് or a group of people, group of animals, we can say collective noun. അപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടത്തിന്, ഒരേപോലെയുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. പ്രൈഡ് ഓഫ് ലയൺസ്, ലയണിൻ്റെ കൂട്ടത്തിനാണ് എന്ത് പറയുക? നമ്മൾ പ്രൈഡ് എന്ന് പറയാം. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന കൂട്ടത്തിനാണ് എന്ത് പറയുക? ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ പ്രൈഡ് എന്നുള്ളത് കളക്റ്റീവ് നൗണാണ്, ക്ലാസ് എന്നുള്ളത് കളക്റ്റീവ് നൗണാണ്. ദെൻ ലിറ്റർ ഓഫ് കിറ്റൻസ്, പൂച്ചക്കുട്ടികളുടെ ഒരു കൂട്ടം പൂച്ചക്കുട്ടികൾക്ക് നമ്മൾ എന്ത് പറയും? ലിറ്റർ ഓഫ് കിറ്റൻസ്. ഇൻ ദ സെയിം വേ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ഹേർഡ് ഓഫ് ബഫലോ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. സോ ദിസ് ഈസ് അബൌട്ട് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരേപോലെയുള്ള എന്തിൻ്റെങ്കിലും ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിന് എന്ത് പറയും? ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബഫലോൻ്റെ കൂട്ടത്തിന് ഹേർഡ് ഓഫ് ബഫലോ. ഇൻ ദ സെയിം വേ അബ്സ്ട്രാക്ട് നൗൺ മീൻസ് വാട്ട്? നമുക്ക് പിന്നെ കാണാനോ തൊടാനോ ടച്ച് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത നൗൺസാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺസ് ആർ വേർഡ്സ് അബൌട്ട് തിങ്സ് ദാറ്റ് വി കനോട്ട് ടച്ച്, വി കനോട്ട് സീ, ടേസ്റ്റ്, ഹിയർ ഓർ സ്മെൽ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതാണെന്ത്? അബ്സ്ട്രാക്ട് നൗൺ. ഇറ്റ് ക്യാൻ ബി എൻ ഐഡിയ എന്ന് വെച്ചാൽ ഏജ്, വയസ്സ് നമുക്ക് തൊടാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, സ്മെൽ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ നൗൺസാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺ. ഫീലിങ്സ്, എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് എന്തൊക്കെ അത്ഭുതപ്പെട്ടു, എക്സൈറ്റ്മെൻറ്റ്, വണ്ടർ, സർപ്രൈസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കത് അനുഭവിക്കാം, നമുക്കത് ഫീൽ ചെയ്യാം, അല്ലേ? ഓൾസോ ക്വാളിറ്റി, കോൺഫിഡൻസ്, കറേജ്, ഹോണസ്റ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗണിലാണ് പെടുക കേട്ടോ. ഇവിടെ നോക്ക്, പേഷ്യൻസ്, ക്ഷമ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പ്ലഷർ, സന്തോഷം, കറേജ്, ധൈര്യം, ഹോണസ്റ്റി, സത്യസന്ധത, ഇതുപോലെയുള്ള പിന്നെ നൗൺസാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ. വി കനോട്ട് ടച്ച്, വി കനോട്ട് സീ, വി കനോട്ട് ടേസ്റ്റ്, വി കനോട്ട് സ്മെൽ. ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഇങ്ങനത്തെ നൗൺസ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഹിയർ ആർ സം ഗസ്റ്റേഴ്സ് ആർ ദർ, സം എക്സ്പ്രഷൻസ് ആർ ദർ. മിസ് ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ക്ലാസ്സിൽ ലൈവിൽ കാണിച്ചു തന്നിരുന്നു. പൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ഡിസപ്പോയിൻമെൻറ്റ്, അൺഹാപ്പിനെസ്. നമുക്ക് സന്തോഷമില്ല, നമ്മൾ ഹാപ്പി അല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് പൗട്ടിങ്, അൺഹാപ്പിനെസ്. ഫ്രൗണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നെറ്റി ചുളിച്ചിട്ട് ഇരിക്കുന്ന ഒരു പിന്നെ എക്സ്പ്രഷൻ അല്ലേ, ഷോയിങ് വെറി ആങ്കർ, ഇതാണ് ഫ്രൗണിങ്. ഗ്രിന്നിങ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനാണ് ഗ്രിന്നിങ്. ഷ്രഗിങ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ദാറ്റ് വി ഡു നോട്ട് നോ ഓർ ഡു നോട്ട് കെയർ അബൌട്ട്, അതൊന്നും വലിയ കാര്യമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, എനിക്കതൊന്നും അറിയില്ല എന്ന മട്ടിലുള്ളതാണ് ദ ഷ്രഗിങ്. Okay, so read the meanings of this expression. What are those expressions? Okay, and next choosing the correct expression from this given. So the second chapter is the Turkish cap. As you know, the story, our narrator, who is the narrator of the story? B.P. Gupta. The author itself is the narrator. ഈ കഥ പറയുന്നത് ആരാണ്? B.P. ഗുപ്ത തന്നെ പറയുന്ന കഥയാണ് കേട്ടോ. The school bell rang, we rushed out of the classroom.
സ്കൂളിൻ്റെ ബെല്ലടിച്ചപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് ഓടി. എന്ത് കളിക്കാനാണ് അവർ ഓടിയത്? ഗില്ലി ഡണ്ട. ഓക്കെ, അതെങ്ങനെയാണ് കളിക്കുന്നത്? പ്രണേഷ് വട്ടം വരച്ചു. അങ്ങനെ കുനാൽ അതിലേക്ക് കയറി നിന്നു. പ്ലേസ് ദ ഗില്ലി ഇൻ ദ സെൻറ്റർ ആൻഡ് ടുക്ക് ദ ഡണ്ട ടു സ്ട്രൈക്ക് ഇറ്റ്. എന്നിട്ട് അവർ കളിക്കാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ആരാണിപ്പം അടിക്കുന്നത്? ആരാണ്? കുനാലാണ് ഉള്ളിലുള്ളത്. കുനാൽ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് ഗില്ലി. ഓക്കെ, അങ്ങനെ നല്ല പ്ലെയറാണ് കുനാൽ, നല്ല പ്ലെയറാണ് ഗില്ലി ഡണ്ടൻ്റെ. അപ്പം ഒരു പ്രാവശ്യം അടിച്ചപ്പം ഗില്ലി വാസ് നൗ ഫ്ലൈങ് ടുവേർഡ്സ് മീ. ഓൾ ഓഫ് എ സഡൻ ദർ വാസ് എ ലോട്ട് ഓഫ് നോയ്സ്. വാട്ട് ഹാപ്പൻഡ്? ഗില്ലി നല്ല ദൂരത്തേക്ക് പോയിട്ട് ഒരാളുടെ തൊപ്പി, ടർക്കിഷ് ക്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഗില്ലി പെട്ടിട്ടുള്ളത്. എന്നിട്ട് ആ തൊപ്പി മറിഞ്ഞിട്ട് ഗില്ലി അതിൻ്റെ ഉള്ളിലാണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യനാകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ സ്കൂളിൽ ഗ്രൗണ്ടില്ലേ? നിങ്ങളെന്താ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് വന്ന് കളിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ സ്പേസ് ഇല്ല, അവിടുത്തെ ചെറിയ ഗ്രൗണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നതെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവുകയും പ്രിൻസിപ്പൾ ഓരോന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. ലാസ്റ്റ് അവരോട് മാപ്പ് പറയാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ കൂടെ മാപ്പെല്ലാം പറഞ്ഞു. അപ്പോൾ ആരാണ് ഇത് അടിച്ച ആൾ എന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രിൻസിപ്പൾ. അങ്ങനെ പറഞ്ഞു, കുനാലാണെന്ന് കുനാൽ എന്നെ സമ്മതിച്ചു. എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം വെരി സോറി സർ എന്നെല്ലാം പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു, യു ആർ എ മാസ്റ്റർ പ്ലെയർ, നോ ഡൗട്ട് യു ആർ ഗുഡ് അറ്റ് ദിസ് ഗെയിം. ഇതിൽ നല്ല ഉഷാറാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പം അവരാകെ എല്ലാവരും ചിരിച്ചു. എന്നിട്ടോ വി വർ ഈഗർ ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് എ. അവർ പേടിച്ചിരുന്നു പ്രിൻസിപ്പൾ അവരെ വഴക്ക് പറയുന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ ആ പരിക്ക് പറ്റിയ ആളും ആ മനുഷ്യനും എന്താക്കി, അവരോട് നല്ല സന്തോഷത്തിൽ ചിരിച്ചിട്ട് അവർ പിരിഞ്ഞു പോയി. ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് ദ ടർക്കിഷ് ക്യാപ്പ്. ആൻഡ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. We have written the question answers in the notebook. Then about the grammar part, articles എവിടെയാണ് യൂസ് ചെയ്യുക? എയും ആനും യൂസ് ചെയ്യുക സിംഗുലർ നൗൺസിൻ്റെ മുന്നെയാണ് കേട്ടോ. ആന് യൂസ് ചെയ്യൽ വവൽ സൗണ്ട്സിൻ്റെ മുന്നേ ആൻ യൂസ് ചെയ്യണം. എ ഇ ഐ ഒ യു എന്ന സൗണ്ട്സിൻ്റെ മുന്നേ ഏതാണ് യൂസ് ചെയ്യുക? ആൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എ യൂസ് ചെയ്യും. ഓക്കെ, വി യൂസ് ദ ബിഫോർ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ടു ടോക്ക് അബൌട്ട് സംതിങ് സ്പെസിഫിക്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യുക. ഓക്കെ, കുഡ് യു പാസ് മീ ദ ഷുഗർ പ്ലീസ്. ആ സ്പെസിഫിക് ആയിട്ട് ഷുഗറിനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ദ ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ചിൽഡ്രൻ പ്ലേഡ് ബാഡ്മിൻ്റൺ. കുട്ടികൾ. എ ചിൽഡ്രൻ എന്ന് പറയില്ല, ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ എ യൂസ് ചെയ്യൂല. ഇനി ആ കുട്ടികളെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ദ യൂസ് ചെയ്യണം. എന്തിനെങ്കിലും കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് ഏത് യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എയോ ആനോ യൂസ് ചെയ്യും. എ ആണെങ്കിൽ കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ മുന്നേ, ആൻ ആണെങ്കിൽ വവൽ സൗണ്ട്സിൻ്റെ മുന്നേ. ഓക്കെ, മച്ച് ഓർ മെനി എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മുന്നെയാണ് മെനി യൂസ് ചെയ്യുക. മെനി ഫ്രണ്ട്സിനെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാം. ഇനി നോക്കിയേ, ജ്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അൺകൗണ്ടബിൾ അല്ലേ, ഒരു ലിക്വിഡ് അല്ലേ അത്, നമുക്കത് എണ്ണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മച്ച് യൂസ് ചെയ്യും. ഗോട്ട് ഇറ്റ്. ഹിയർ ഓൾസോ ലുക്ക്, ദർ ആർ മെനി ബൈസിക്കിൾസ് എന്നാണ് പറയുക. ബൈസിക്കിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാം, ദറ്റ് ഈസ് വൈ വി ആർ യൂസിങ് മെനി. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മെനി യൂസ് ചെയ്യും. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്താ യൂസ് ചെയ്യുക? മച്ച് യൂസ് ചെയ്യും. ലുക്ക് ഹിയർ, മച്ച് ഓർ മെനി വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ മുന്നേ ഏതാ യൂസ് ചെയ്യുക? മച്ച് മച്ചാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ യൂസേജ് ഓഫ് മച്ച് ഓർ മെനി. ഓക്കെ, ഇത് പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ളത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഗോട്ട് ഇറ്റ്. പിന്നെ അപ്പോസ്ട്രോഫിൻ്റെ കാര്യം, രവീസ് മദർ, രവിയുടെ മദർ. അപ്പോൾ നമ്മൾ എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടണം. ഇനി ലാസ്റ്റ് എന്താണ്? എസ്സിൽ ലാസ്റ്റ് ചെയ്യുന്ന വേർഡ്സ്, ബോയ്സിൻ്റെ ബാഗ്. ബോയ്സ് എന്നുള്ളത് തന്നെ പ്ലൂരൽ ഫോമാണ്. ബോയിൻ്റെ പ്ലൂരലാണ് ബോയ്സ് എന്നുള്ളത്. ഇനി ബോയ്സിൻ്റെ ബാഗ് എന്ന് പറയണമെങ്കിൽ ഒരു എസ്സും കൂടി ഇവിടെ ഇടണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? എസ്സിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക എസ്സിൻ്റെ മുന്നെയാണ് അപ്പോസ്ട്രോഫി ഇടുക. പക്ഷേ ഇങ്ങനെ പ്ലൂരൽ
ഫോംസിൽ വരുമ്പം അതിനുശേഷം പിന്നെയും എസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 എസ് ഒന്നിച്ച് യൂസ് ചെയ്യില്ല. അതിന് പകരം എസ്സിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കും. അപ്പോൾ ബോയ്സിൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ബോയ്സസ് ബാഗ് എന്നാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും, എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, രവീസ് മദർ, രവിയുടെ അമ്മ. അപ്പോൾ രവി കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷമാണ് എസ് ഇടുക. എസ്സിൻ്റെ മുന്നേ ആയിട്ടാണ് അപ്പോസ്ട്രോഫി ഇടുക. ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. Okay, then going downhill. It's a poem. It's a very easy poem. In this poem, the speaker remembers riding his bicycle down a hill. Okay, ഇതിൽ പിന്നെ പോയറ്റ് ഒരു കുന്നിൻ്റെ താഴോട്ട് ഇങ്ങനെ സൈക്കിള് റൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പം റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ്. ഹി ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് വേർ ഹാപ്പനിങ് നൗ. ഇപ്പോഴും അത് സംഭവിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇത് വിവരിക്കുന്നത് ഇതിൽ. ഹിസ് ബൈക്കിൾ ഈസ് മൂവിങ് ഡൗൺ ദ ഹിൽ. ആ കുന്നിലൂടെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ സൈക്കിള് മൂവ് ചെയ്യാണ് അറ്റ് എ ഗ്രേറ്റ് സ്പീഡ്, നല്ല സ്പീഡിൽ. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ. ഈ പിന്നെ ഇറങ്ങുമ്പം കൈയൊക്കെ വിട്ട് പിന്നെ പെഡൽമെന്നൊക്കെ കാലെടുത്ത് കൈയൊക്കെ ഫ്രീ ആക്കി വിട്ട് ഇങ്ങനെ ഇറങ്ങും. നല്ല രസമാണത്. ഹിസ് ഫീറ്റ് ആർ ഓഫ് ദ പെഡൽ ആൻഡ് ഇൻ ദ എയർ, ദ വിൻഡ് ഈസ് ഇൻ ഹിസ് ഫേസ്. ഹി അഡ്രസ്സസ് ബേർഡ്സ് ആൻഡ് സേ ദാറ്റ് നൗ ഹി നോസ് ദ ജോയ് ദേ ഫീൽ വെൻ ദേ ഫ്ലൈ ഇൻ ദ സ്കൈ. അപ്പം പോയിട്ട് പറയാണ്, എനിക്കിപ്പം നിൻ്റെ എന്താണ്, സോ നൗ ദ ബോയ് അഡ്രസ്സസ് birds and says that now he knows the joy they feel when they fly in the sky. അവർ ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുള്ള സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിക്കുകയാണ്. ഈ കുന്നിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പം കൈയെല്ലാം വിട്ട് പെഡൽമെന്നൊക്കെ കാലെടുത്ത് സൈക്കിൾ റൈഡ് ചെയ്യുമ്പോഴുള്ള ഹാപ്പിനെസ്. ഐ ഫീൽ ദ ജോയ് ഓഫ് ബേർഡ്, ഐ ഫീൽ ദ ബേർഡ്സ് ജോയ്. ആ പക്ഷികളുടെ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയറ്റ് ഈ കവിതയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. റീഡ് ദ ചാപ്റ്റർ വെരി വെൽ. ഓൾസോ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Read the question answers. So I am sure that you can secure very good marks. Study well. Thank you.